പ്രവർത്തനം എന്നതിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കോറിലേഷൻ മീനിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് ആദ്യം നോക്കാം. കോറിലേഷൻ ഇസ് എ മെഷർ ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് കോറിലേഷൻ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ അവർ എക്സിനെയും വൈനെയും രണ്ട് വേരിയബിൾസ് ആയിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് വേരിയബിൾസ് അസസ്ഡ് ബൈ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പോൾ ഇതിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇനി കണ്ടെത്താനായിട്ട് പോകുന്നത് ഇവിടെ. അപ്പം കോറിലേഷൻ നമുക്ക് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം, പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ സീറോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് അവിടെ തന്നിട്ടുണ്ട്. ആസ് ദ ഇൻ്റലിജൻസ് ഇൻക്രീസസ് ദ മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻക്രീസസ്. അതായത് ഇൻ്റലിജൻസ് കൂടുന്നു, ഇൻ്റലിജൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്കും ഇൻക്രീസ് ആവുന്നു. അതായത് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് വേരിയബിൾ ഇൻക്രീസ് ആകുമ്പോൾ സെക്കൻഡ് വേരിയബിളും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ആവുന്ന ഒരു റിലേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് വേരിയബിൾ ആയിട്ടുള്ള ഇൻ്റലിജൻസിന് നമുക്ക് എക്സ് എന്ന് വിളിക്കാം, സെക്കൻഡ് വേരിയബിൾ ആയിട്ടുള്ള മാർക്കിന് നമുക്ക് വൈ എന്ന് വിളിക്കാം. അപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ മാർക്കായിട്ടുള്ള വൈയും ഇൻക്രീസ് ആവുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നെഗറ്റീവ് കോറിലേഷൻ വരുന്നുണ്ട്, സീറോ കോറിലേഷൻ വരുന്നതുണ്ട്. സീറോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല, അത്തരത്തിലുള്ള കോറിലേഷനും വരുന്നുണ്ട്. നെഗറ്റീവ് കോറിലേഷൻ അതിനെ സംബന്ധിച്ച് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്ന തരത്തിലുള്ള കോറിലേഷനാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് കോറിലേഷൻ ഒരു എക്സാമ്പിളാണ് തൊട്ട് താഴെ തന്നിരിക്കുന്നത്. ഇൻട്രോവേഷൻ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഡിക്രീസസ്. അതായത് ഒന്ന് ഇവിടെ ഇൻക്രീസ് ആയിരിക്കുകയാണ്, ഇൻട്രോവേഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവിടെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ നമ്പർ ഓഫ് ഫ്രണ്ട്സിന് എന്ത് സംഭവിക്കുകയാണ്? അത് അവിടെ ഡിക്രീസ് ആയിരിക്കുകയാണ്. അതായത് വൈ വേരിയബിൾ അവിടെ ഡിക്രീസ് ചെയ്യുകയാണ്. എക്സ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വേരിയബിൾ ഡിക്രീസ് ചെയ്താൽ അത്തരത്തിലുള്ള വേരിയബിളിൽ നമുക്ക് പറയാം നെഗറ്റീവ് കോറിലേഷനാണ് അത് ഉള്ളത് എന്ന് പറയും. ആ ഒരു ബന്ധത്തിനാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കോറിലേഷൻ എന്നുകൊണ്ട് ആ ഒരു പേരിൽ തന്നെയുള്ള റിലേഷൻ എന്നാണ് നമ്മളവിടെ വ്യക്തമാക്കുന്നത്. കോറിലേഷൻ പരസ്പരമുള്ള ഒരു ബന്ധമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത വേരിയബിൾ ഡിക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ എന്നും, ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വൈ വേരിയബിൾ ഇൻക്രീസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോറിലേഷൻ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്നും വിളിക്കാവുന്നതാണ്. സീറോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോറിലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് എക്സ് വേരിയബിളും വൈ വേരിയബിളും തമ്മിൽ ഒരു ബന്ധം നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധ്യത വളരെ കുറവാണ്. സാധ്യത കുറവാണെന്നല്ല, അവിടെ ബന്ധം കാണില്ല. അത്തരത്തിലുള്ള റിലേഷൻ പറയുന്ന പേരാണ് സീറോ കോറിലേഷൻ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി എന്നുണ്ടെങ്കിൽ സീറോ കോറിലേഷൻ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ്. സ്കാറ്റർ ഡയഗ്രാം ഒരു ഡയഗ്രാം ആണ് എന്നുള്ളത് നമുക്ക് അതിനകത്ത് തന്നെ വ്യക്തമാകുന്നുണ്ട്. ആ ഹെഡിങ്ങിൽ നിന്ന് വ്യക്തമാണ് സ്കാറ്റർ ഡയഗ്രാം എന്നാണ് അവർ വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അവർ പറയുന്നത് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ്. അതെന്താണ്? ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ്, റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്കാറ്റർ ഡയഗ്രാം ഈസ് ഓൾസോ കോൾഡ് സ്കാറ്റർ പ്ലോട്ട്, സ്കാറ്റർഗ്രാം ഓർ സ്കാറ്റർ. ഈ മൂന്ന് പേരുകളിലും സ്കാറ്റർ ഡയഗ്രാം അറിയപ്പെടുന്നുണ്ട്. സ്കാറ്റർ പ്ലോട്ട്, സ്കാറ്റർഗ്രാം ഓർ സ്കാറ്റർ, ഈ മൂന്ന് പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അതെന്താണ് എന്ന് വെച്ചാൽ ഇസ് വൺ വേ ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്കാറ്റർ ഡയഗ്രാം ഇസ് പ്ലോട്ട് പെയർസ് ഓഫ് വാല്യൂസ് ഓഫ് സബ്ജക്റ്റ് ഓൺ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ കുറച്ച് ഡേറ്റ അവിടെ തന്നിട്ടുണ്ട്. ഡേറ്റയും അതിൻ്റെ അത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സബ്ജക്റ്റായിട്ട് എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ് അവർ 5 സബ്ജക്റ്റ് നമുക്ക് കണ്ടിട്ടുണ്ട്. അവിടുത്തെ വേരിയബിൾ എക്സ് ആൻഡ് വൈ വേരിയബിൾസ് തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഇൻ്റലിജൻസ് ആണ്, ആൻഡ് സെക്കൻഡ് വൺ തന്നിരിക്കുന്നത് വൈ വേരിയബിളായിട്ട് തന്നിരിക്കുന്നത് സ്കോർസ് ഓൺ റീസണിംഗ് ടാസ്ക് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഇൻ്റലിജൻസിന് നേർക്ക് കറക്റ്റായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്, വൈ വേരിയബിൾസിന് കറക്റ്റായിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ ഇൻ്റലിജൻസ് 104 ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് റീസണിംഗ് ടാസ്ക് വന്നിരിക്കുന്നത് സ്കോർസ് ഓൺ റീസണിംഗ് ടാസ്ക് വന്നിരിക്കുന്നത് 12 ആണ്. അതേ നമുക്ക് ബിയുടെ വന്നിരിക്കുന്ന ഇൻ്റലിജൻസ് 127 ആൻഡ് സ്കോർ വന്നിരിക്കുന്നത് 25 ആണ്, ആൻഡ് സി 109 ആൻഡ് score of reasoning task വന്നിരിക്കുന്നത് 18 ആണ്. D 135 and score is 31 and the subject is E and the intelligence is 116. Scores on reasoning task is 19. നമുക്ക് ഗ്രാഫിക്കലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അറിയാവുന്നതാണ്. പണ്ട് സ്കൂൾ കാലം തൊട്ട് തന്നെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പ്ലോട്ടിംഗ് ദ ആക്സിസ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ഗ്രാഫ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതേ കണക്കായിരിക്കും അത് വരയ്ക്കുന്നത്. ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും ഉണ്ടായിരിക്കും. വൈ ആക്സിസ് ഈ ഒരു ടോപ്പ് പൊസിഷനിലും എക്സ് ആക്സിസ് ഇങ്ങനെ ഹൊറിസോണ്ടൽ പൊസിഷനിലുമായിരിക്കും നമ്മൾ വരച്ച് കൊടുക്കാറുള്ളത്. അങ്ങനെ 0, 100, 105, 110 ആൻഡ് അതേ കണക്ക് തന്നെ 10, 15, 20 അത് വൈ ആക്സിസിലൂടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പ്ലോട്ടിംഗ് ദ ആക്സിസ് കൊടുക്കുമ്പോൾ ഡ്രോ ദ എക്സ് ആൻഡ് വൈ ആക്സിസ് ഓൺ ദ ഗ്രാഫ്, പ്ലോട്ട് വൺ വേരിയബിൾ ഓൺ എക്സ് ആക്സിസ് ആൻഡ് അനദർ ഓൺ വൈ ആക്സിസ് എന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. താഴോട്ടുള്ള ഡീറ്റെയിൽസും വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബേസിക് സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് നമുക്ക് പണ്ട് കാലം തൊട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു ഗ്രാഫ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഒരു സീറോ കാണും, ഒരു ഒറിജിൻ അല്ലെങ്കിൽ സീറോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആൻഡ് എക്സ് വൈ ആക്സിസുകൾ കാണും. എക്സ് ആക്സിൽ വരുന്നത് ഇൻ്റലിജൻസ് ആൻഡ് വൈ ആക്സിൽ വരുന്നത് കോസ് എഫക്റ്റ് ആയിരിക്കും എപ്പോഴും വരാറുള്ളത്. അത് ഈ ഒരു ഇത് വായിച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ച് ഓഫ് വാല്യൂസും ഐഡൻറ്റിറ്റി പെയർസ് ഓഫ് വാല്യൂസും ഒക്കെ വായിച്ച് നോക്കുമ്പോൾ വ്യക്തമാക്കാവുന്നതാണ്. ഇനി പ്ലോട്ടിംഗ് ദ ഗ്രാഫ് എങ്ങനെയാണ് ആ ഒരു ഗ്രാഫിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്ട്രക്ചർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എങ്ങനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. എക്സ് ആക്സിൽ ഇൻ്റലിജൻസ് കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിൽ സ്കോർസ് ഓൺ റീസണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. സ്കാറ്റർ ഡയഗ്രാം ഡെപ്പിക്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻ്റലിജൻസ് ആൻഡ് സ്കോർസ് ഓൺ റീസണിംഗ് ടാസ്ക് എന്നവർ എടുത്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വരുമ്പോൾ കോറിലേഷൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അതായത് ലീനിയർ റിലേഷൻഷിപ്പ് എന്താണ്, നോൺ ലീനിയർ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ലീനിയർ റിലേഷൻഷിപ്പ് വൺ ഓഫ് ദ ബേസിക് ഫോംസ് ഓഫ് റിലേഷൻഷിപ്പ് ഇസ് ലീനിയർ റിലേഷൻഷിപ്പ്. Linear relationship can be expressed as a relationship between two variables that can be plotted as straight line. Straight line ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും ലീനിയർ റിലേഷൻഷിപ്പ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും ലീനിയർ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. y is equal to alpha plus beta x എന്ന് അവർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y is a dependent variable എന്ന് പറയുന്നത്. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന വേരിയബിൾ ആയിരിക്കും. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആശ്രയിച്ച് നിൽക്കുന്നതായിരിക്കും ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ alpha is constant or y intercept of straight line എന്ന് തന്നിട്ടുണ്ട്. beta is a slope of the line and x is independent variable എന്നാണ് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്നൊരു ഗ്രാഫ് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ബീറ്റ ഇവിടെ വരും എന്നുള്ളതിനാണ് ആ ഒരു ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്.
ഈ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അത്തരത്തിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ആൻഡ് ഹിയർ തന്നെ ഒരു കർവിലിനിയർ റിലേഷൻഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടിപ്പിക്കൽ റിലേഷൻഷിപ്പിൽ സ്ട്രെസ് ആൻഡ് പെർഫോമൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്ട്രെസ് കൂടുമ്പോൾ പെർഫോമൻസ് റേറ്റ് ഗ്രാജുവലി ഡിക്രീസ് ആയി വരികയാണ് ചെയ്യുന്നത്. സ്ട്രെസ് റേറ്റ് അതായത് എക്സ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന എക്സ് വേരിയബിൾ ഇവിടെ ഇൻക്രീസ് ആവും തോറും സ്ട്രെസ് ഇവിടെ 3 and 4 5 സംതിങ് അങ്ങനെ ഇൻക്രീസ് ആവും തോറും അവിടുത്തെ പെർഫോമൻസ് റേറ്റ് ഡിക്രീസ് ആയി വരികയാണ് ചെയ്യുന്നത്. പെർഫോമൻസ് റേറ്റ് ഇവിടെ ഗ്രാജുവലി ഡിക്രീസ്ഡ് ആയിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ പറയുന്ന പേരാണ് ഇത്തരത്തിലുള്ള കോറിലേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കർവിലിനിയർ ഗ്രാഫിനകത്തൂടെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫ് വഴി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രാഫിനകത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടിയത്. അതായത് എക്സ് ആക്സിസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ആക്സിസ് ഓൾറെഡി അതിൻ്റെ കൂടെ ഇൻക്രീസ് ആവുന്ന ഗ്രാഫാണ് ഇത്. അത്തരത്തിലുള്ള ഗ്രാഫ് നമ്മൾ പറഞ്ഞ് പോസിറ്റീവ് കോറിലേഷനിലായിരിക്കും കാണപ്പെടുന്നത് എന്നുള്ളത് പറഞ്ഞു. സോ അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫ് പോകുന്നത് സ്ട്രേറ്റ് ലൈനിലും ആയിരിക്കും. ലീനിയർ റിലേഷൻ ആയിരിക്കും, കോറിലേഷൻ ആയിരിക്കും അതിനുള്ളത്. ഇവിടെ വരുന്നത് കർവിലിനിയർ റിലേഷൻഷിപ്പ് ആണ്. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വേരിയബിൾ ഡിക്രീസ് ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ജസ്റ്റ് ആ ഒരു സ്കാറ്റർ പ്ലോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കി അത് വ്യക്തമാവുന്നതേ ഉള്ളൂ. ഇൻ്റലിജൻസും മാർക്ക് ഒബ്റ്റെയിനും തമ്മിലുള്ള ഒരു പോസിറ്റീവ് കോറിലേഷൻ്റെ സ്കാറ്റർ പ്ലോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഡൗട്ട് മാത്രം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ്റെതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേരിയബിൾ ഇൻക്രീസ് ആയി നിൽക്കുമ്പോൾ സെക്കൻഡ് വേരിയബിൾ ഡിക്രീസ് ആയി വരുന്ന ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് ഇങ്ങനെ ഒരു ഡൗൺ ആരോ ആയിരിക്കും നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് സീറോ കോറിലേഷൻ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഇതായിരിക്കും വരുന്നത്. നോ റിലേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്, ഒരു റിലേഷനും അവിടെ ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം സെക്ഷനിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. പേഴ്സൺ പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ് കോറിലേഷനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിനകത്ത് ഈ ഒരു കോഎഫിഷ്യൻറ്റ് റിലേഷനകത്ത് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് പേഴ്സൺ ആരാണ് എന്നൊക്കെയുള്ളതെന്ന് മനസ്സിലാക്കാം. പേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വാസ് ഡെവലപ്ഡ് ബൈ കാൾ പിയേഴ്സൺ. ഈ ഒരു കോഎഫിഷ്യൻറ്റ് യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 കണ്ടിന്യൂസ് വേരിയബിൾസിൻ്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. 2 കണ്ടിന്യൂസ് വേരിയബിളിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാമാണ് മുമ്പോട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. മീൻ ഓഫ് വേരിയബിൾ എക്സ് ദ സം ഓഫ് സ്കോർസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. എക്സ് ഡാഷ് ആണ് ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. എക്സ് ഡാഷ് എന്താണെന്നുള്ളത് വഴിയെ മനസ്സിലാക്കി തരാം. സിഗ്മ ഐ സിക്കൽ 1 to n എക്സ് ഐ ഡിവൈഡ് ബൈ n എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് നമ്പർ എക്സ് വേരിയബിൾസ് തന്നിരിക്കുകയാണ്. ആ എക്സ് വേരിയബിൾസിൻ്റെ ടോട്ടൽ കണ്ടതിന് ശേഷം അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ എക്സ് ഡാഷ് എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഈ തന്നിരിക്കുന്നത്. ഇനി എസ് ഓഫ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വേരിയൻസിനെ കുറിച്ചാണ്. വേരിയൻസ് ഓഫ് എ വേരിയബിൾ ആണ് ഈ എസ് ഓഫ് എക്സ് സ്ക്വയർ എന്നതുകൊണ്ട് തന്നിരിക്കുന്നത്. സിഗ്മ എക്സ് മൈനസ് എക്സ് ഡാഷ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n എന്നാണ് ആ ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഇനി കോവേരിയൻസ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. അത് വന്നിരിക്കുന്നത് സിഗ്മ എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു വൈ മൈനസ് വൈ ഡാഷ് ഡിവൈഡ് ബൈ n എന്ന് പറയുന്ന ഇക്വേഷനാണ് അതിന് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പേഴ്സണിൻ്റെ ആ ഒരു ആർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഒരു കോറിലേഷനാണ് ആർ എന്ന് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ എസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഓഫ് ഐ എന്നാണ് തന്നിരിക്കുന്നത്. എസ് ഓഫ് എക്സും എക്സ് ഓഫ് ഐയും കാണുന്നതിന് ജസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട എസ് ഓഫ് എക്സ് സ്ക്വയറിന് റൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അതിനകത്ത് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇനി ആർ കാണുന്ന ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ആർ കാണുന്ന ഇക്വേഷനാണ് വെച്ചിരിക്കുന്നത്. സിഗ്മ എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു വൈ മൈനസ് വൈ ഡാഷ് ഡിവൈഡ് ബൈ n എസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഓഫ് ഐ എന്ന് പറയുന്ന ഇക്വേഷനോട്ട് എത്തി. ഇനി ന്യൂമറിക്കൽ എക്സാമ്പിൾസ് ആണ് വരുന്നത്. അത്